ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയൊരു മീൻകറിയാണ്. നല്ല കുറുകിയ ചാറോടുകൂടെ തന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻകറി വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ചൂരമീനാണ്. ചൂരമീൻ എന്നും ചൂതമീൻ എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിൽ പല പേരാണ്. അപ്പം ഇന്ന് ചൂരമീൻ കറിയാട്ടോ വയ്ക്കുന്നത്. തേങ്ങ വറുത്തരച്ചാണ് മീൻ കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ച് മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ദാണ്ട് തേങ്ങ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയായതുകൊണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 5-6 ടേബിൾ സ്പൂൺ തേങ്ങ വരും കേട്ടോ. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കരിയാപ്പിലയും. ഇത് നമുക്ക് ഇത്രയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ തിരുമ്മിയ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ കിടക്കുവേ. അപ്പോൾ അതിലേക്ക് ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പം തേങ്ങ മൂത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ കശ്മീരി മുളക് പൊടിയും എരിയുള്ള മുളക് പൊടിയും കൂടെ പകുതിയും കേട്ടോ ചേർത്തത്. പിന്നെ കുരുമുളകാണ്, മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണം. അപ്പം മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഇത് വറുത്തെടുത്ത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതൊന്ന് വറുത്ത ശേഷം ഈ പാനിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് വീണ്ടും അത് മൂത്ത് കരിഞ്ഞു പോവേ. അപ്പോൾ ഇത് നല്ലതുപോലെ വറുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയ ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൂത്ത് വന്നാൽ മതിയേ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. മീൻ ഞാൻ വെട്ടി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചുമന്നുള്ളി അരിഞ്ഞതും പിന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ആട്ടോ. ഇത് അരിഞ്ഞ ശേഷം നമുക്ക് ഇട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോകാതെ. ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ വെള്ളം ഒഴിച്ച് കലക്കി എടുത്താൽ മതി. അതും കൂടെ ഒഴിച്ച ശേഷം നമുക്കൊന്ന് കലക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. കുടംപുളി ഇട്ടാട്ടോ ഞാൻ മീൻ കറി വയ്ക്കുന്നത്. അപ്പം നമുക്കൊരു 3-4 അല്ലി, ചെറിയ അല്ലിയായിട്ട് എടുത്തേക്കുന്നത് കുടംപുളിയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാമേ. അപ്പോൾ അതാണ്ട് ഞാൻ തിളച്ച ശേഷം മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുഴുവൻ മീനും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കാവുള്ളൂ, കുത്തി ഇളക്കല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നൊക്കെ നോക്കി ഒക്കെ ഇളക്കിയൊക്കെ കൊടുക്കണേ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ശകലം ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണേ. ഇനി നിങ്ങൾ മുഴുവൻ ഉലുവയല്ല പൊട്ടിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്, ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ പറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ മീൻകറി വെന്തെന്ന് നമുക്ക് മനസ്സിലാവില്ല. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലേ മീൻകറി വെന്തെന്ന്. മുഴുവൻ ചാറും പറ്റുന്നത് വരെ നമ്മൾ ഓഫ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്ത് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വരും. ഇപ്പോൾ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ചട്ടിയുടെ ചൂടും കൂടെ ആകുമ്പോഴത്തേനും നല്ലതുപോലെ ചാറ് പറ്റി വരും കേട്ടോ. അപ്പോൾ മുഴുവൻ ചാറും പറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്ത് തരണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്